സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായിട്ടും അല്ല. എവിടെയൊക്കെയാണ്, എന്തൊക്കെ കുഴപ്പങ്ങളാണ് നിലവിലെ സർക്കാരിനുള്ളത്? അല്ല, പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഗൗരവതരമായ പാളിച്ചകൾ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓണപരീക്ഷ എത്താറായിട്ടും പാഠപുസ്തകം കിട്ടിയിട്ടില്ല. ഓണപരീക്ഷ എത്തിയിട്ടും പാഠപുസ്തകം എത്താത്ത അവസ്ഥ ചർച്ച ചെയ്യണം. ഓണപരീക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, പുസ്തകം സ്കൂളിൽ വന്നിട്ടില്ല. സർക്കാരിനെ വിമർശിച്ച് ടി.എൻ. പ്രതാപൻ എം.എൽ.എ. സത്യം പറയുന്നവരെയും തിരുത്തൽ ആവശ്യപ്പെടുന്നവരെയും കല്ലെറിയരുത്. UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കെ ആന്റണി. 2 വർഷമായി കേരളത്തിലേക്ക് വ്യവസായം കൊണ്ടുവരാൻ ധൈര്യമില്ല. ആ 7 ലക്ഷം വെച്ച് നോക്കിയാൽ 735 കോടി രൂപയുടെ തിരിമറിയാണ് ഉമ്മൻചാണ്ടി നടന്നിരിക്കുന്നത്. കരുണ എസ്റ്റേറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് VM സുധീരൻ. വൻകൊള്ളകൾക്ക് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും സർക്കാർ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും സുധീരൻ പറഞ്ഞു. 100% കുട്ടികൾക്കും കിട്ടി. പക്ഷേ കിട്ടേണ്ട പുസ്തകങ്ങളിൽ 80%. ഇന്ന് പല രാജ്യങ്ങളിലും പുസ്തകങ്ങളില്ല. അതിലേക്ക് നമ്മുടെ സംസ്ഥാനവും പോകണം. അധികം താമസിയാതെ നമുക്കതിലേക്ക് പോകേണ്ടി വരും. നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തിയ തിരുവനന്തപുരത്തെ പുതിയ മെഡിക്കൽ കോളേജ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നിർവഹിച്ചതിൽ ഡോക്ടർമാരും നാട്ടുകാരും പ്രതിഷേധിച്ചിരുന്നു. ഈ തരം ശുംഭത്തരത്തെയാണ് നാം എല്ലാം ഇപ്പൊ കാണുന്നത്.